ഫൈനലി സോണി അവരുടെ FX3 ഒരു അപ്ഡേഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. സോണി FX5 എന്ന് വിളിക്കുന്നതിനേക്കാൾ ബെറ്റർ മിനി വെനീസ് എന്ന് പറയുന്നത്. അവരത് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് സോണി ആൽഫ സീരീസ് അല്ല, ഇത് വെനീസ് സീരീസാണ്. വെനീസ് സീരീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൻ്റെ കളേഴ്സ് കാര്യങ്ങൾ വേറെ ലെവലായിരിക്കും. അതിൻ്റെ മെനു സെറ്റിങ്സ് ഒക്കെ വെനീസിലെ കറക്റ്റ് കോപ്പി പേസ്റ്റ് ആയിരിക്കും. വെനീസിലെ ഈ ഒരു കളർ സയൻസും ഈ ഒരു ലേഔട്ടും ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ക്യാമറ വേറെ ലെവലാണ്. റൂമേഴ്സൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ ഷട്ടർ, ഫുള്ളി സ്റ്റാക്ക്ഡ് സെൻസർ, ഇത് തന്നെ ഈ ക്യാമറ വേറിട്ട് നിർത്തും. 4K 240 FPS ഷൂട്ട് ചെയ്യാനും പറ്റും. മെയിൻലി സോണിയുടെ ഫസ്റ്റ് ഓപ്പൺ ഗേറ്റ് ക്യാമറ അതിതാണ്. കാരണം 5K ഓപ്പൺ ഗേറ്റ് 3:2 5K ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. 5K ഓവർ സാമ്പിൾഡ് 6K ആയിരിക്കാം. മേ ബി 6K ഓപ്പൺ ഗേറ്റ് ആണോ 30 FPS ആണോ എന്നുള്ളത് റൂമേഴ്സാണ്, ഒന്നും കറക്റ്റ് അല്ല. സോണി FX3 ഒരു അപ്ഡേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. FX സീരീസിൽ ഇപ്പോൾ FX2 വന്നു, FX3, ഇനി FX5. FX6 മുകളിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ FX6 താഴെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ വെറുത്താവില്ല. കാരണം ഒരിക്കലും FX6 താഴെ ആവാൻ സാധ്യതയില്ല. കാരണം FX6 മുകളിലായിരിക്കും പ്രൈസ് വരെ വരുന്നത്. കാരണം FX3 ഒരു അപ്ഡേഷൻ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് FX3 Mark 2 എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, FX5 എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ജൂലൈ 22 റിലീസ് ചെയ്യാൻ പോവുകയാണ് ക്യാമറ. ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ക്യാമറയിൽ. കാരണം ഞാൻ FX3 ആണ് കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് FX3 ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇറങ്ങി ഒരു 1 ഇയറിനുള്ളിൽ ഞാൻ FX3 സ്വന്തമാക്കിയിട്ടുണ്ട്. FX3 തരുന്നൊരു ലോ ലൈറ്റ് പെർഫോമൻസ് അത് ഈ FX5 തരും. സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫേഴ്സിന് വേണ്ടി ഒരു കോമ്പാറ്റബിൾ സിനിമ ക്യാമറ എന്ന് പറയുന്നതിൽ FX3 മുന്നിൽ തന്നെ ആയിരുന്നു. 12 ബിറ്റ് ഇൻറ്റേർണൽ റോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ND ഉണ്ടെന്ന് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഇതുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ വേറെ ലെവൽ. മറ്റുള്ള കമ്പനീസൊക്കെ ഒരുപാട് ക്യാമറാസ് FX3 കില്ലർ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ ക്യാമറാസിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ക്യാമറ ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ മെയിൻലി നമ്മളൊരു സിനിമോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷൈജു ഖാലിദ് ആയിക്കോട്ടെ, ജോമോണ്ടി ജോൺ ആയിക്കോട്ടെ, ഇവരുടെ രണ്ടുപേരുടെയും പാറ്റേൺ വേറെയാണ്. ഷൈജു ഖാലിദിൻ്റെയൊക്കെ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ചിത്രം വരച്ച് വെച്ച പോലെ ലൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ ജോമോൻ്റെ ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റും ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ജോമോൻ മാക്സിമം എടുക്കാറുണ്ട്. ഭയങ്കരമായിട്ട് ലോ ലൈറ്റിലാണ് ജോമോൻ ചെയ്യാറ്. ഈ ജോമോൻ്റെ സിനിമയും ഷൈജു ഖാലിദിൻ്റെ സിനിമയും ബ്ലെൻഡ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒന്നാക്കി കഴിഞ്ഞാൽ നമുക്കിത് രണ്ട് മൂഡായിരിക്കും കിട്ടുക. എന്നാൽ ഷൈജു ഖാലിദിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ബാലൻ എടുത്തു കഴിഞ്ഞാലും കുമ്പളങ്ങി നൈറ്റ്സ് എടുത്ത് ഒരുമിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ സിനിമയായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ക്യാമറമാരുടെ ഒരു ഡിഫറൻസ്. ഞാനിതോടെ പറയാൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ കാനോൺ ഉണ്ട്, സോണി ഉണ്ട്, നൈക്കോൺ ഉണ്ട്. എല്ലാ കമ്പനീസും അവരുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി കാര്യങ്ങൾ അവർ തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ? എനിക്ക് വേണ്ടത് ലോ ലൈറ്റാണ്. ലോ ലൈറ്റിൽ പെർഫോമൻസുള്ള FX3 ഈ ഒരു കോമ്പാറ്റബിൾ ബോഡിയിൽ വേറെ ഇല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അന്ന് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ FX3 ചൂസ് ചെയ്ത്. എന്നൊരു റെസൊല്യൂഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. റെസൊല്യൂഷനാണ് എനിക്ക് കൂടുതൽ വേണ്ടതെന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ക്യാമറാസിലുണ്ട്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് എനിക്ക് റെഡ് റോയുടെ കളേഴ്സ് അതിപ്പോൾ ഈവൻ ഈ ലാസ്റ്റ് ഇറങ്ങിയ നൈക്കോൺ ZR-നകത്തുണ്ട്. അപ്പോൾ ആ റെഡ് റോയുടെ കളേഴ്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് നൈക്കോൺ ഒരു റെഡ് കൊമേഡോ വാങ്ങിക്കാൻ വയ്യ. അതുകൊണ്ടൊരു കോമ്പാറ്റബിൾ ഒരു പ്രൈസിൽ എനിക്ക് റെഡ് റോ ഈ നൈക്കോൺ ZR കിട്ടുന്നുണ്ടെങ്കിൽ നൈക്കോൺ ZR എടുക്കുന്നതാണ് ബെറ്റർ. കാരണം ആ ഒരു കളർ ടോൺ സെയിമാണ്, കൊമേഡോയുടെ കളർ ടോൺ കാര്യങ്ങളൊക്കെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. എനിക്ക് വേണ്ടിയിരുന്നത് ലോ ലൈറ്റ് പെർഫോമൻസിലൊരു ക്യാമറ ആയിരുന്നു. കാരണം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മിനിമൽ ലൈറ്റ് വെച്ചിട്ടായിരുന്നു എല്ലാ ആഡുകളും. എൻ്റെ ആഡുകളൊക്കെ ഒരു മിനിമൽ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വലിയൊരു പ്രൊഡക്ഷനിലോട്ട് രീതിയിലോട്ട് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരി, റെഡ് അതുപോലുള്ള ക്യാമറയൊക്കെ ചൂസ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അതിനെന്തായാലും ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ വരുന്നത് ഒരു മിനിമൽ ബഡ്ജറ്റുള്ള വർക്കുകളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ FX3 ചൂസ് ചെയ്യാൻ റീസൺ. FX3 ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ്. അതിനൊക്കെ വെല്ലാൻ വേറെ ഒരു ക്യാമറ ഇല്ലെന്നാണ് ഞാൻ പറയാം. കാരണം ഇതിൻ്റെ നോയ്സ് റിഡക്ഷനൊക്കെ ലോ ലൈറ്റിൽ വേറെ ലെവൽ. ഇതിൽ ഡുവൽ ബേസ് ഐയേഴ്സും ഉണ്ട്. ഇനി FX5 ട്രിപ്പിൾ ബേസ് ഐയേഴ്സും ഉണ്ട്. 800, 1600 ആൻഡ് 12500. ലോ ലൈറ്റ് വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ പിക്സൽ കുറച്ച് ഈ ഒരു സെൻസറും കൊണ്ടുവരുന്നത്. കാരണം ഒരു 16 മെഗാ ഓർ 17 മെഗാ സെൻസറുള്ളൂ. 16 സ്റ്റോപ്പ് ഓർ 17 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചും ഉണ്ടാവും. 16 സ്റ്റോപ്പ് ആയാലും ഓക്കെ. അപ്പോൾ ഈ FX3 കില്ലേഴ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് കമ്പനീസ് ക്യാമറകൾ ഇറക്കി. അടുത്ത് C50, C8, നൈക്കോൺ ZR ഒരുപാട് കമ്പനീസ് ക്യാമറ ഇറക്കി. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് FX3 കൊന്ന്. അതായത് FX3 ഇപ്പോൾ നിലവിൽ എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി. മെയിൻലി കേരളത്തിലും ഇന്ത്യയിലൊക്കെ സോണിയുടെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എല്ലാവരും കൂടുതൽ ബൈ ചെയ്യും. കാരണം
അഫോർഡബിൾ ആണ്, തേർഡ് പാർട്ടി ലെൻസുകൾ യൂസ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ക്യാമറാസിലൊക്കെ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സോണി ക്യാമറാസൊക്കെ അതിന് കൂടുതൽ സപ്പോർട്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് സോണിക്ക് ഈ ഒരു മാർക്കറ്റ് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. ആ മാർക്കറ്റ് പോവാതിരിക്കണമെങ്കിൽ ഈ റൂമേഴ്സൊക്കെ ശരിയാവണമെന്നുള്ളൂ. കാരണം മറ്റുള്ള കമ്പനീസൊക്കെ ഇപ്പോൾ അടിച്ച് കയറുന്നുണ്ട്. ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെ ആയതുകൊണ്ട് ഞാൻ FX3 തന്നെ തുടരും. കാരണം ഇതിനേക്കാളൊരു ലോ ലൈറ്റ് ഇപ്പോൾ ലുമിക്സ് 7S2 ലുമിക്സ് S2 അറൗണ്ട് ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് FX3 തന്നെയാണ് ഒരു പടി മുന്നിൽ. പക്ഷേ ബാക്കി കുറച്ച് റെസൊല്യൂഷനും പിന്നെ ആരിയുടെ റോ ഒക്കെ അതിനകത്തേക്ക് പെയ്ഡാണ്. റോ ഒക്കെ അതിനകത്തേക്ക് കയറ്റാൻ പറ്റും. അത് അത്യാവശ്യം അടിപൊളിയായിട്ടൊരു ക്യാമറ തന്നെയാണ്. ബട്ട് എനിക്കിഷ്ടം എന്നും സോണിയാണ്. സോണിയുടെ ആ ഒരു ലോഗും ആ ലോഗിൻ്റെ ഒരു കളേഴ്സും അതിന് ബിറ്റ് അത് വേറൊരു ഫീൽ തന്നെയാണ്. സോണിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് കളേഴ്സിൽ ഭയങ്കര മാറ്റം വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഈ ലോ ലൈറ്റിൻ്റെ കാര്യത്തിൽ അത് FX3 ഒരു പടി മുന്നിൽ തന്നെ ഇരിക്കും. എന്തായാലും FX5 റിലീസായതിനു ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.